ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്ന് ഞാൻ യൂഫോർബിയ പ്ലാന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. യൂഫോർബിയയെക്കുറിച്ച് 2-3 വർഷം മുമ്പ് ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. ഈ പ്ലാന്റ് വീട്ടിൽ വെക്കരുത്, ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതേപോലെ ഇതിൻ്റെ കറയ്ക്ക് വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നിരുന്നു. അപ്പോൾ തന്നെ മിക്ക ആൾക്കാരും ഇത് വീട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്ലാന്റ് കളയാൻ മനസ്സ് വന്നില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായ പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റാണിത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ന്യൂസ് വന്നിരുന്നു. ഇതേപോലെ തന്നെ യൂഫോർബിയ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റിയിലുണ്ട്. നമ്മൾ വളർത്തുന്ന ഇതേപോലെ പൂക്കളുള്ള യൂഫോർബിയ മില്ലി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇതിന് വിഷാംശമോ അതേപോലെ ക്യാൻസർ ഉണ്ടാകുന്ന ഒരു ചെടിയല്ലെന്ന് പിന്നീട് ഇതിനെപ്പറ്റിയൊക്കെ പല അറിവുള്ള ആൾക്കാരും അതുപോലെ പല ഡോക്ടേഴ്സുമാരും ഒക്കെ പറയുകയുണ്ടായി ന്യൂസിലൊക്കെ. അതുകൊണ്ട് ആരും ഇത് ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ ഈ ചെടിയുടെ ഒരുപാട് ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓരോ ചെടിക്കടകളിലും 200-300 രൂപയൊക്കെ കൊടുത്ത് ഇതിൻ്റെ പല കളറുകളും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഓരോ നഴ്സറികളിലും ഇപ്പോൾ യൂഫോർബിയ ഒന്നും വിൽക്കാൻ പോലും വെച്ചിട്ടില്ല. മിക്ക ആൾക്കാരും ഭയന്ന് ഇത് റോഡുകളിലൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ 2 ഷെയ്ഡ് എൻ്റെ വീട്ടിലില്ലാത്ത 2 ഷെയ്ഡ് തന്നെ റോഡിൻ്റെ സൈഡിൽ കിടന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിലൊരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ആരോ വലിച്ചെറിഞ്ഞ് കളഞ്ഞൊരു യൂഫോർബിയ ആണ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത്. ഇതാരോ റോഡിൻ്റെ സൈഡിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെ പോട്ടിൽ വെച്ചു. ഇപ്പോൾ അത് നന്നായിട്ട് വളർന്ന് ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് യൂഫോർബിയ. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിന് വലിയ ഗ്യാരണ്ടി ഒന്നും ആവശ്യമില്ല. നമ്മൾ റോസ് ചെടിയൊക്കെ വളർത്തുകയാണെങ്കിൽ അതിൽ പൂക്കളുണ്ടാക്കാൻ ഒരുപാട് കെയറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ യൂഫോർബിയയിൽ പൂക്കളൊക്കെ നമുക്ക് നല്ല സൂര്യപ്രകാശം കൊടുത്താൽ എളുപ്പം തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് യൂഫോർബിയ. സമ്മർ സീസണിലാണ് യൂഫോർബിയയിൽ ധാരാളം പൂക്കളുണ്ടാകുന്നത്. ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് യൂഫോർബിയ. ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് യൂഫോർബിയ വെക്കുക. അപ്പോൾ യൂഫോർബിയയിൽ ഒരുപാട് പൂക്കളുണ്ടാവും. ഷെയ്ഡിലാണ് ഇരിക്കുന്നതെങ്കിൽ പൂക്കൾ കുറയും, ഇലകളായിരിക്കും അധികം ഉണ്ടാകുന്നത്. അതേപോലെ വെള്ളം വളരെ കുറച്ച് മതി. 2-3 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ഡെയിലി ഓവറായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പൂക്കൾ കുറയും, ഇലയായിരിക്കും അധികം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ചട്ടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടിക്കിടന്നാൽ ചെടി ചീഞ്ഞു പോകും. മഴക്കാലത്താണ് നമ്മൾ യൂഫോർബിയ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മഴക്കാലത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് യൂഫോർബിയ എടുത്ത് മാറ്റി വെക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊണ്ട് കഴിയുമ്പോൾ യൂഫോർബിയയുടെ തണ്ടൊക്കെ വേരൊക്കെ ചീഞ്ഞ് ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മഴക്കാലത്താണ് ഈ ചെടിക്ക് കെയർ ആവശ്യം. മഴക്കാലത്ത് മഴ കൊള്ളാത്ത ഭാഗത്തെടുത്ത് യൂഫോർബിയ മാറ്റി വെക്കുക. പിന്നെ ഒരുപാട് കളറുകൾ യൂഫോർബിയ ഉണ്ട്. ഇതേപോലെ ചെറിയ പൂ മുതൽ വലിയ പൂ വരെ ഇതേപോലെ വലിയ പൂ വരെ യൂഫോർബിയയിൽ കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് കട്ടിങ്സ് എടുത്ത് എളുപ്പം പുതിയ ചെടി വളർത്തിയെടുക്കാം. കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൽ ധാരാളം മുള്ളുകളുള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് കട്ടിങ്സ് എടുക്കുക. കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ 2-3 ദിവസം അത് ഇളം വെയിലിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ചെറിയ കവറിലോ ചട്ടിയിലോ നട്ടു കൊടുക്കുക. എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടും. വേര് പിടിച്ച് 2-3-4 ഇല വന്നതിന് ശേഷം മാത്രം നമ്മളെടുത്ത് ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെച്ചാൽ മതിയാവും. അതുവരെ നമ്മളൊന്ന് ഷെയ്ഡിൽ തന്നെ വെക്കണം. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പുതിയ ചെടി വളർത്തിയെടുക്കാം. അതല്ലാതെ നമുക്ക് വിത്ത് മുളപ്പിച്ചും യൂഫോർബിയ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാം. വിത്ത് മുളച്ച് വരുന്ന യൂഫോർബിയയിലെ പൂക്കൾ മദർ പ്ലാന്റിൻ്റെ പൂക്കളുമായിട്ട് വ്യത്യാസമുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് വിത്ത് മുളപ്പിച്ച് ഒരുപാട് ഷെയ്ഡിലുള്ള യൂഫോർബിയകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ പറഞ്ഞ പോലെ പുതിയ ചെടി കട്ടിങ്സിലൂടെയും വളർത്തിയെടുക്കാം, വിത്ത് മുളപ്പിച്ചും വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെടിക്ക് വളപ്രയോഗം നടത്തുമ്പോൾ നമുക്ക് ജൈവവളവും ഉപയോഗിക്കാം, രാസവളവും ഉപയോഗിക്കാം. ഞാൻ എല്ലുപൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജൈവവളമായിട്ട്.
ജൈവവളമായിട്ട് എല്ലുപൊടി ഉപയോഗിക്കാം, വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാം, ചാണകപ്പൊടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം കിട്ടുവാണെങ്കിൽ അതും ഉപയോഗിക്കാം. ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുത്താൽ ഇതിൽ ധാരാളം പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ രാസവളമായിട്ട് NPK നമുക്ക് യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ കെയർ മാത്രമേ ഉള്ളൂ. മഴക്കാലത്ത് മാത്രം ഈ പ്ലാന്റ് നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് കളറിലെ യൂഫോബിയകളുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. ഞാനെല്ലാം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കളക്ഷൻ യൂഫോബിയയുടെ കളക്ഷൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് കാണാത്തവരാണെങ്കിൽ കാണുക ഫ്രണ്ട്സ്. ഇതെല്ലാവർക്കും ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമ്മുടെ ഗാർഡനിൽ ഈ യൂഫോബിയ പൂത്തു നിന്നാൽ എല്ലാവരെയും ആകർഷിക്കുന്ന ടൈപ്പിലുള്ള പൂക്കളാണ് ഈ യൂഫോബിയയുടെ പൂക്കൾ. നിങ്ങളും ഈ പ്ലാന്റ് വളർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.